ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. ഇപ്പൊ ലില്ലി ഈസോയിന്റെ അടുത്ത്, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതല്ലേ എന്നെ ഒരു കാര്യത്തിലും ഹെൽപ്പ് ചെയ്യാനായിട്ട് പാടില്ലാന്ന്, പിന്നെ എന്തിനാ നീ കാണിച്ചെന്ന് ചോദിക്കും. നീ ഇങ്ങനെ അപ്സെറ്റ് ആയിട്ടിരിക്കുന്ന കാണുമ്പോ എനിക്ക് സങ്കടം വരില്ലേ, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. എന്തായാലും ഈ ഒരു തവണത്തേക്ക് ക്ഷമിക്കെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ലില്ലിക്കും ഹാപ്പി ആയിട്ട് ഫോണും കട്ട് ചെയ്ത് ചിരിച്ചോണ്ടിരിക്കും. ആ ടൈമിന് വേവേകത്തേക്ക് കയറി വരും. ഇവള് ചിരിക്കുന്ന കാണുമ്പോ എന്ത് പറ്റി മാഡം, മാഡം ഭയങ്കര ഹാപ്പി ആണല്ലോ എന്ന് ചോദിക്കും. വേറൊന്നുമല്ല, റോ മെറ്റീരിയൽസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്, ഈ കാര്യം നീ എല്ലാവരോടും ചെന്നൊന്ന് പറഞ്ഞേക്കെന്നും പറഞ്ഞ് വേവേനെ അവിടെ നിന്ന് ഓടിച്ചു വിടും. അതിനുശേഷം ലില്ലി ആണെങ്കിലും വീണ്ടും അവിടെ ഇരുന്ന് ഈസോയിന്റെ കൂടെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതേ ടൈം സിഡ്നി ഇപ്പോ മിസ്റ്റർ മായിന മീറ്റ് ചെയ്യാനായിട്ട് ചെല്ലും. റോ മെറ്റീരിയൽസ് ഒക്കെ ജിങ്സിക്ക് കൊടുക്കാമെന്ന് പുള്ളിക്കാരൻ സമ്മതിച്ചിട്ടുണ്ടല്ലോ, അതെന്തിനാണെന്ന് ചോദിക്കാനായിട്ട് വന്നതാണ്. ഞാൻ എന്ത് ചെയ്യാനാണ്, എന്റെ അടുത്ത സുഹൃത്ത് വഴി അവരെന്നെ അപ്രോച്ച് ചെയ്തു. പുള്ളിക്കാരൻ പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്കത് കൊടുക്കാണ്ടിരിക്കാൻ സാധിക്കില്ല. 1 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ എന്തായാലും അത് ഡെലിവറി ചെയ്യുമെന്ന് പറയും. ഓ, 1 മാസം ഉണ്ടോ, എനിക്ക് ഈ ടൈം പീരീഡ് മതി എന്നും പറഞ്ഞ് പുള്ളിക്കാരി എന്തോ വില്ലത്തരമായിട്ട് ചിന്തിച്ചോണ്ടിരിക്കും. അതേ ടൈം ജിങ്ഷിയുടെ അടുത്തും ലില്ലി വന്ന കാര്യം പറയും. ഇത് കേൾക്കുമ്പോ തന്നെ ജിങ്ഷി ഒന്ന് ഷോക്കാകും. എന്താ നീ പറയുന്നത്, 1 മാസം കൊടുക്കോ റോ മെറ്റീരിയൽസ് ഒക്കെ നമ്മുടെ കയ്യിലേക്ക് കിട്ടാനായിട്ട്? ആ ഒരു ടൈം പീരീഡ് ഭയങ്കര കൂടുതലാണ്. മെറ്റീരിയൽ ഇല്ലാണ്ട് സാമ്പിൾ ഇൻസ്പെക്ഷൻ പോലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതിന് വേറെ എന്തെങ്കിലും വഴി നമ്മൾ കണ്ടെത്തണമെന്നും പറഞ്ഞ് നിൽക്കും. അങ്ങനെ കഫറ്റേരിയയിലേക്ക് പോകുമ്പോ ജിങ്സി ആനിനെ മീറ്റ് ചെയ്യും. നിന്റെ മെറ്റീരിയൽസിന്റെ പ്രോബ്ലം എല്ലാം സോൾവ് ആയോ എന്ന് ചോദിക്കും. ഏകദേശം സോൾവ് ആയി, പക്ഷേ മെറ്റീരിയൽ കയ്യിലേക്ക് കിട്ടാൻ ഏകദേശം 1 മന്ത് ആകും എന്ന് പറയും. എന്ത് 1 മന്ത് ആകോ, അതിച്ചിരി ലോങ് പീരീഡ് അല്ലേ, നിനക്ക് എന്റെ ഹെൽപ്പ് വല്ലതും വേണോന്ന് ചോദിക്കും. അയ്യോ, എനിക്കൊരു ഹെൽപ്പ് വേണ്ടേന്ന് പറഞ്ഞ് ജിങ്സി അങ്ങനെ തന്നെ അവിടെ നിന്ന് ഓടിപ്പോകും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് നൈറ്റ് നമ്മുടെ ഈസോയു കുക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നീയാണോ ജിങ്സിക്ക് ഹെൽപ്പ് ചെയ്തെന്ന് ചോദിക്കും. എന്താ, ഞാൻ അവൾക്ക് ഹെൽപ്പ് ചെയ്തൂടെ? ഞാൻ ഹെൽപ്പ് ചെയ്തത് കൊണ്ട് നിനക്ക് വല്ല അസൂയ തോന്നുന്നുണ്ടോന്ന് ചോദിക്കും. ഞാനാണെങ്കിലും ഒരു റിയാക്ഷനും ഇല്ലാണ്ടിരിക്കും. ആ മതി മതി, ആക്ട് ചെയ്തതൊക്കെ മതി, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എടാ, നിന്റെ കമ്പനിയിൽ ഒരുപാട് സപ്ലൈസ് ഒക്കെ ഉള്ളതല്ലേ, അപ്പോ നിനക്ക് തന്നെ ജിങ്ഷീന ഹെൽപ്പ് ചെയ്തുകൂടായിരുന്നോ എന്ന് ചോദിക്കും. എനിക്കറിയാടാ, അവൾക്ക് ഒറ്റയ്ക്ക് ഇതെല്ലാം സാധിക്കും, ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നതെന്ന് പറയും. അങ്ങനെ നെക്സ്റ്റ് ഡേ ഓഫീസിൽ കാണിക്കാണ്. ലില്ലി അവിടെയുള്ള എല്ലാവർക്കും സ്നാക്സ് ഒക്കെ വാങ്ങിക്കൊടുക്കും. ലില്ലി കൊണ്ടുവന്ന സ്നാക്സ് ആണെന്നും പറഞ്ഞ് സാങ്ങും സിസോനും ഒരു പാക്കറ്റ് കൊണ്ടുകൊടുക്കും. എന്ത് പറ്റി, ഇപ്പൊ റൂമിൽ നിന്ന് പുറത്തൊന്നും ഇറങ്ങുന്നില്ലല്ലോ എന്നും പറഞ്ഞ് കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ച് സാങ് അങ്ങനെ പുറത്തേക്ക് പോകും. പാവം നമ്മുടെ സിസോ ബാഗിന്റെ കാര്യത്തിൽ പുള്ളിക്കാരൻ കുറച്ച് അപ്സെറ്റിലാണ്. അതേ ടൈം ലില്ലി ഓഫറിൽ കിട്ടിയതാണെന്നും പറഞ്ഞ് കുറച്ച് സ്നാക്സ് ജിങ്ഷിക്കും കൊണ്ടു കൊടുക്കും. പെട്ടെന്നാണ് ജിങ്ഷിക്ക് ഒരു ഐഡിയ കിട്ടുന്നത്. കിട്ടിയടി, എനിക്ക് ഐഡിയ കിട്ടി, നമ്മുടെ സെല്ലേഴ്സിന് നമുക്കൊരു 3% മുതൽ 5% ഓഫറിൽ കൊടുക്കാം, അപ്പോൾ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടുമെന്നും പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. അതേ ടൈം ഞാനാണെങ്കിലും നമ്മുടെ സിഡ്നിനെ ലഞ്ചിനായിട്ട് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ സിഡ്നി അവിടെ വന്നിരിക്കും. ഇപ്പോ ബേ പ്രൊജക്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. നിന്റെ ഹാർഡ് വർക്ക് മൂലമാണ് അത് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് റൺ ആവുന്നത്. അതിനൊരു അപ്രീസിയേഷൻ പോലെയാണ് ഞാൻ നിന്നെ ഈ ലഞ്ചിന് വിളിച്ചെന്ന് പറയും. ഇതിനൊന്നും വേണ്ടിയിട്ടല്ല, ജംഗ്ഷക്കിട്ട് പണിയാനായിട്ട് നമ്മുടെ സിഡ്നി നോക്കിയല്ലോ, അതറിഞ്ഞിട്ടാണ് ഞാനിപ്പോ വിളിച്ചു വരുത്തിയത്. നീ മറ്റുള്ളവരുടെ വിഷയത്തിൽ ഫോക്കസ് ചെയ്യാണ്ട് നീ നിന്റെ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൂടെ, അപ്പോ ഇതിലും കൂടുതൽ നല്ലൊരു റിസൾട്ട് നിനക്ക് കിട്ടുമെന്ന് പറയും. ഇത് കേൾക്കുമ്പോ സിഡ്നിയും നീ എന്ത് മീൻ ചെയ്താണ് ഈ പറയുന്നതെന്ന് ചോദിക്കും. ജിങ്ഷിയുടെ കമ്പനിയുടെ എക്സ്പെരിമെന്റ് കറക്റ്റ് ടൈമിന് തീർക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നീ മിസ്റ്റർ മാനെ മീറ്റ് ചെയ്ത് ജിങ്ഷിക്ക് കിട്ടേണ്ട റോ മെറ്റീരിയൽസ് ഡിലേ ചെയ്യിപ്പിച്ചു, ഇതില് നീ തലയിട്ടില്ല എന്നാണോ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കും. ജിങ്ഷിക്ക് കിട്ടാനിരുന്ന റോ മെറ്റീരിയൽസ് ഡിലേ ആയതില് എനിക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല, ഇതില് നീ എന്തിനാണ് എന്നെ ബ്ലെയിം ചെയ്യുന്നത്? നിനക്ക് സത്യം പറഞ്ഞ ജിങ്ഷിയുടെ ഫെയിലിയർ നിനക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, അതുകൊണ്ടാണ് നീ ഇപ്പോ എന്റെ അടുത്ത് വന്നെന്ന് പറയും. സിഡ്നി, മിസ്റ്റർ മാ നിന്റെ ഗ്രാൻഡ് പേയുടെ സ്റ്റുഡന്റ് ആണ്, ഒന്നും അറിയാണ്ട് ഞാനിവിടെ വന്നിരുന്ന് ഇങ്ങനെ നിന്റെ അടുത്ത് സംസാരിക്കില്ല എന്ന് നിനക്കും അറിയാമല്ലോ എന്ന് ചോദിക്കും. ഇതൊക്കെ ആര് ചെയ്തതാണെന്ന് എനിക്കറിയില്ല, എന്തായാലും ജിങ്ഷിക്ക് ഇതൊരു പാഠമായിട്ട് ഇരിക്കട്ടെ എന്ന് പറയും. ആര് ചെയ്തോ ഇല്ലയോ, ജിങ്ഷിയുടെ കമ്പനിയിൽ ഞാനും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവൾക്ക് എന്തെങ്കിലും എഫക്റ്റ് ആയി കഴിഞ്ഞാല് അതിന്റെ കൂടെ തന്നെ എനിക്കും എഫക്റ്റ് ആകും. നീ ആയാലും വേറെ ആരായാലും ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടാല് ഞാനും അതിൽ ഇന്റർഫിയർ ആകും എന്ന് പറയും. സിഡ്നിക്കും ഇവൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാകും, അതുകൊണ്ട് തന്നെ പിന്നെ ഒന്നും മിണ്ടാണ്ട് നിൽക്കും. അതേ ടൈം യുഷി ഈച്ചിന്റെ വീട്ടിലേക്ക് ചെല്ലും. ഇവന്റെ കൂടെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാന്നും പറഞ്ഞ് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടി കിച്ചണിൽ ഇരുന്ന് പച്ചക്കറികളൊക്കെ കട്ട് ചെയ്തോണ്ടിരിക്കും. അതിനിടെ
അതിനിടയിൽ യുഷിയാണെങ്കിലോ ജിങ്ഷിയുടെ കാര്യം എടുത്തിടും. ഇത് കേട്ട് ഈച്ചനാകെ അപ്സെറ്റ് ആകും. അപ്പൊ തന്നെ യുഷി സോറി ഇനി ഞാൻ ജിങ്ഷിയുടെ കാര്യം പറയില്ല എന്നും പറഞ്ഞ് വീണ്ടും വെജിറ്റബിൾസ് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അതിനിടയിൽ ഇവളുടെ വിരലും കൂടി ഒന്ന് മുറിയും. അപ്പൊ തന്നെ ഈച്ചൻ ഓടി വന്ന് അവളുടെ വിരലൊക്കെ വാഷ് ചെയ്ത് അവൻ തന്നെ ഇരുന്ന് ആ മുറിവിലൊക്കെ മരുന്നിട്ട് കൊടുക്കും. ഇത് കാണുമ്പോൾ യുഷിക്കും ഭയങ്കര ഹാപ്പി ആകും. അതേ ടൈമിലിങ് നമ്മുടെ നാൻസി വർക്ക് ചെയ്യുന്ന ആ ഒരു ഷോപ്പിലേക്ക് ചെല്ലും. ഞാനിപ്പോ ഒരു ബാർ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നുണ്ടല്ലോ, അതിലേക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കുറച്ച് ആഡ് ചെയ്യണം, അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാന്ന് വിചാരിച്ച് വന്നതാണ്. അതുമല്ലാണ്ട് നേരത്തെ നീ ബാറിനെ കുറിച്ച് ഒരുപാട് ഐഡിയാസ് ഒക്കെ എനിക്ക് തന്നില്ലേ, അതേപോലെ ഇനിയും നീ ഒരുപാട് ഐഡിയാസ് ഒക്കെ തന്നു കഴിഞ്ഞാല് നീ എന്റെ ബാറിലേക്ക് വന്നാ നിനക്ക് ഫ്രീ ആയിട്ട് തന്നെ ഡ്രിങ്ക് തന്നേക്കാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നോക്കാനായിട്ട് പോകും. അതേ ടൈം യുഷിയും ഈച്ചനും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാനായിട്ട് ഇരിക്കുവാണ്. നീ എന്റെ ഫാമിലിക്ക് ഹെൽപ്പ് ചെയ്തതിനും ഇത്രയും ദൂരം എന്നെ കംഫർട്ട് ചെയ്യാനായിട്ട് വന്നതിനും ഒരുപാട് താങ്ക്സ് ഉണ്ടെന്ന് പറയും. ഇതിനൊക്കെ എന്തിനാണ് വെറുതെ താങ്ക്സ് പറയുന്നത്, നിന്റെ കൂടെ എന്നും ഞാൻ ഉണ്ടാകും, ലൈഫ് ലോങ് എനിക്ക് നിന്റെ കൂടെ നിൽക്കണമെന്നാണ് എന്റെ ആഗ്രഹം എന്നും പറഞ്ഞ് യുഷി അവളുടെ ഉള്ളിലുള്ള കാര്യം ഈച്ചന്റെ അടുത്ത് തുറന്നു പറയും. ഇത് കേൾക്കുമ്പോൾ ഈച്ചനൊന്ന് ഷോക്കാകും. എന്നോട് ക്ഷമിക്കൂ യുഷി, പുതിയൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇതുവരെ റെഡി ആയിട്ടില്ല എന്ന് പറയും. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം, എനിക്ക് നിന്റെ മാനസികാവസ്ഥ മനസ്സിലാവും എന്ന് പറയും. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ നമ്മുടെ ജിങ്ഷി യാനിനെ കാണാനായിട്ട് വരും. റോ മെറ്റീരിയൽസ് എല്ലാം എക്സ്പെക്ട് ചെയ്ത ഡേറ്റിന് മുന്നേ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്പെരിമെന്റൽ റിപ്പോർട്ട് അധികം വൈകാണ്ട് തന്നെ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നും പറഞ്ഞ് ജിങ്ഷി അവിടെ നിന്ന് പോകും. ആ ടൈമിന് ജിങ്ഷിക്ക് പെട്ടെന്നൊരു മെസ്സേജ് വരും. തുറന്നു നോക്കുമ്പോൾ നമ്മുടെ യാൻ അയച്ചതാണ്. MBA പഠിക്കാനായിട്ടുള്ള ഗൈഡ് ലൈൻസിന്റെ ലിങ്ക് ആണ് നമ്മുടെ യാൻ അയച്ചിട്ടുള്ളത്. ഇത് കാണുമ്പോൾ തന്നെ ജിങ്ഷി ഹാപ്പി ആയിട്ട് നേരെ അകത്തേക്ക് ചെന്ന് താങ്ക് യു മിസ്റ്റർ യാൻ, ഉറപ്പായിട്ടും ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകും. അങ്ങനെ ഓഫീസിൽ തകൃതിയായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 6 മാസങ്ങളും കടന്നു പോകും. അതിനിടയിൽ MBAയും നമ്മുടെ ജിങ്ഷി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ക്ലാസ് എല്ലാം കഴിഞ്ഞു പോകുമ്പോൾ ജിങ്ഷി ഒരാളെ മീറ്റ് ചെയ്യും. കോളേജിൽ പഠിക്കുന്ന ടൈമിന് തന്നെ ഇയാള് ജനറ്റിക് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ടൈമിന് തന്നെ ഇയാൾക്ക് ഒരുപാട് ഇൻവെസ്റ്ററിനെയും കിട്ടിയിട്ടുണ്ട്. ഈ കാര്യമൊക്കെ ജിങ്ഷി എടുത്ത് പറഞ്ഞ് നിങ്ങൾ വലിയ ആളാണ്, നിങ്ങളെ പരിചയപ്പെടാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നും പറഞ്ഞ് ഇവളുടെ കാർഡൊക്കെ എടുത്തു കൊടുക്കും. പുള്ളിയാണെങ്കിലോ ജിങ്ഷിയുടെ അടുത്ത് വലിയ രീതിയിൽ സംസാരിക്കുന്നൊന്നുമില്ല. ആ ശരി, എനിക്ക് പോയിട്ട് കുറച്ച് കാര്യമുണ്ടെന്നും പറഞ്ഞ് നേരെ അവിടെയുള്ള പ്രൊഫസറിന്റെ അടുത്ത് ചെന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങും. ഇത് കാണുമ്പോൾ ജിങ്ഷിക്ക് വല്ലാത്ത സങ്കടം വരും. അവളെ ഇൻസൾട്ട് ചെയ്ത് പോയതാണല്ലോ. അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഇത് നിന്റെ ബുക്കാണോ എന്നും ചോദിച്ചൊരു സൗണ്ട്. നോക്കുമ്പോൾ നമ്മുടെ യാനാണ്. അങ്ങനെ തന്നെ ആ ബുക്ക് എടുത്ത് ജിങ്ഷിയുടെ കയ്യിലേക്ക് കൊടുത്ത് എനിക്ക് പ്രൊഫസറിന്റെ അടുത്ത് സംസാരിക്കണമെന്നും പറഞ്ഞ് നേരെ ആ പ്രൊഫസറിന്റെ അടുത്തേക്ക് ചെല്ലും. ഇയാളുടെ പേര് ജോയ് എന്നാണ്. അങ്ങനെ ഈ ജോയ് ആണെങ്കിലും നമ്മുടെ യാനിനെ കണ്ട് വാണ്ടഡ് ആയിട്ട് അങ്ങോട്ടേക്ക് ചെന്ന് ഇയാളുടെ കാർഡൊക്കെ എടുത്തു കൊടുത്ത് എങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ടൊക്കെ ശ്രമിക്കും. യാനപ്പ തന്നെ ഞാൻ പ്രൊഫസറിന്റെ അടുത്ത് സംസാരിക്കാൻ വന്നതാന്നും പറഞ്ഞ് ഈ ജോയിനെ അങ്ങനെ ഇൻസൾട്ട് ചെയ്യും. ഇതെല്ലാം കാണുമ്പോൾ ജിങ്ഷിക്ക് വല്ലാത്ത സങ്കടം വരും. ഞാൻ അങ്ങോട്ടേക്ക് സംസാരിക്കാൻ ചെന്നിട്ട് പോലും ഇയാൾ എന്റെ അടുത്ത് സംസാരിച്ചില്ലല്ലോ എന്നും പറഞ്ഞ് വല്ലാത്ത സങ്കടത്തില് പുറത്തേക്ക് നടന്നു പോകും. ആ ടൈമിന് മിസ്റ്റർ ജോ ജിങ്ഷിയുടെ അടുത്തേക്ക് വന്ന് ഞാൻ എന്റെ ബിസിനസ് കാർഡ് നിനക്ക് തരാനായിട്ട് വിട്ടുപോയി, അതുമല്ലാണ്ട് നിനക്ക് യാനിനെ അറിയാമല്ലേ, എന്തായാലും നമുക്കൊരു ദിവസം ഡിന്നറിന് മീറ്റ് ചെയ്യാന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകും. ആ ടൈമിന് ജിങ്ഷിയുടെ അടുത്തേക്ക് യാനും വരും. എങ്ങനെയുണ്ട് നിന്റെ പഠിത്തമൊക്കെ, എവിടം വരെ ആയി എന്ന് ചോദിക്കും. ആ കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്, എന്റെ കൂടെ പഠിക്കുന്നവരൊക്കെ വലിയ വലിയ ആളുകളാണ്, അതില് നിങ്ങളുണ്ടല്ലോ സൂപ്പറാന്ന് പറയും. ഓ അങ്ങനെയായിരുന്നോ, പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് പറയും. എന്താ നിങ്ങൾ പറഞ്ഞത്, ഞാൻ കേട്ടില്ല എന്ന് പറയും. ഞാനാണെങ്കിലും ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. ശരി, ഞാനെന്നാ നിങ്ങൾക്ക് ലഞ്ച് വാങ്ങി തരട്ടെ എന്ന് ചോദിക്കും. ആ നീ എന്തായാലും വാങ്ങിത്തരാന്ന് പറഞ്ഞതല്ലേ, വാങ്ങിത്താ, ഞാൻ കഴിച്ചോളാന്ന് പറയും. അല്ല നിങ്ങൾക്ക് എന്താ വേണ്ടത്, എന്തെങ്കിലും സ്പെഷ്യൽ വേണോന്ന് ചോദിക്കും. നീ വാങ്ങിച്ച് തരാന്ന് തന്നെ പറഞ്ഞില്ലേ, അത് തന്നെ മതി, നീ എന്ത് വാങ്ങിയാലും ഞാനത് കഴിച്ചോളാന്ന് പറയും. ആ ഓക്കെ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി കോളേജ് ക്യാൻറ്റീനിലേക്ക് ചെല്ലും. യാനിനെ കണ്ടിട്ട് അവിടെയുള്ള പെൺകുട്ടികളെല്ലാം ഇവനെന്ത് ഹാൻസോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ യാനിനെ സൈറ്റ് അടിച്ചോണ്ടിരിക്കും. ആ ടൈമിന് ജിങ്ഷിയും ഫുഡൊക്കെ വാങ്ങി അങ്ങോട്ടേക്ക് വരും. ഇതെന്ത് ഫുഡാന്ന് ഇങ്ങനെ ചോദിക്കും. ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഫുഡാണിത്. അല്ല ഞാൻ എന്ത് ഫുഡ് വാങ്ങി തന്നാലും നിങ്ങളത് കഴിച്ചോളാന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്നിങ്ങനെ ചോദിക്കും. ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചതല്ല, ഈയുടെ അവസ്ഥയിൽ നീ എനിക്ക് ഫുഡ് വാങ്ങി തരുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം, അധികം നീ ക്യാഷ് ഒന്നും പൊടിക്കാത്ത ആളല്ലേ, അതുകൊണ്ടാന്ന് പറയും. പിന്നെ ഞാൻ ക്യാഷൊക്കെ മുടക്കാറുണ്ട്, നമ്മളന്ന് ഒരു കോമ്പറ്റീഷനിൽ വിൻ ചെയ്തില്ലേ, അന്ന് ഞാനാ ട്രീറ്റ് വെച്ചത്, എന്റെ കയ്യിൽ നിന്ന് ക്യാഷ് ഇട്ടാണ് ഞാൻ എല്ലാവർക്കും ഡിന്നർ വാങ്ങി കൊടുത്തത്, അന്ന് നീ വന്നില്ലല്ലോ, എന്നിട്ടാണോ നീ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കും. അന്നാണ് ഞാൻ ജർമ്മനിയിലേക്ക് പോവാൻ തീരുമാനിച്ചത്, അതും പറഞ്ഞ് നിനക്ക് ഞാനൊരു ടെക്സ്റ്റ് മെസ്സേജ് പോലും അയച്ചു, അതിന് റിപ്ലൈ തരാണ്ടിരുന്നത് നീയല്ലേ എന്നിങ്ങനെ പറയും. അയ്യോ അന്ന് നീ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അന്നാണ് എന്റെ കയ്യിൽ നിന്ന് എന്റെ ഫോൺ കളഞ്ഞു പോയത്, അതുകൊണ്ടാ അറിയാണ്ടിരുന്നത്, അല്ല നീ എന്ത് മെസ്സേജ് അയച്ചേന്ന് ചോദിക്കും. വേറൊന്നുമില്ല, വരാൻ പറ്റാത്തതിന്റെ ഒരു റീസൺ അയച്ചതാന്ന് പറയും.
ആ ഓക്കെ ഓക്കെ, എന്തായാലും നാളെ ഫ്രീ ആണോ, നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ എന്ന് ഇങ്ങനെ ചോദിക്കും. എന്തിനാ പെട്ടെന്നൊരു മീറ്റിംഗ്, സെക്കൻഡ് പേയ്മെന്റിന് വേണ്ടിയിട്ടാണോ? ആ, സെക്കൻഡ് പേയ്മെന്റിന്റെ ഡേറ്റ് അടുത്ത് വന്നോണ്ടിരിക്കല്ലേ, പിന്നെ ഓഫീസിലുള്ള വർക്കും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാളെ തന്നെ ഇൻസ്പെക്ഷന് വരാൻ പറയും. അപ്പോ ഇൻസ്പെക്ഷന് വന്നാ നീ പാസ്സാകുമെന്ന് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കും. ഓഫ് കോഴ്സ്, എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ജിസോന്റെ അടുത്ത് നിന്നും കോൾ വരും. ജിങ്ഷി, ഒരു പ്രോബ്ലം ഉണ്ടായി, പുതിയതായിട്ട് വന്ന ഒരു പയ്യൻ നമ്മുടെ മെഷീൻ കംപ്ലൈന്റ് ആക്കിന്ന് പറയും. എന്താ നീ പറയുന്നത്? ഉടനെ തന്നെ മെയിന്റനൻസ് ടീമിന് കോൾ ചെയ്, ഞാൻ ദേ ഇപ്പൊ തന്നെ വരാന്നും പറഞ്ഞേ നമ്മുടെ യാനിന്റെ കൂടെ അവിടെ നിന്ന് പോകും. പോകുന്ന വഴി ഞാൻ നെക്സ്റ്റ് നീ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. എന്റെ കയ്യില് വേറൊരു പ്ലാനും ഇല്ല, മെയിന്റനൻസ് ടീം വന്ന് അത് ശരിയാക്കി പോവാനായിട്ട് ഏകദേശം ഒരു 40 മിനിറ്റ്സ് അല്ലേ എടുക്കുള്ളൂ, അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നാളെ ഇൻസ്പെക്ഷൻ വന്നാലും ഒരു പ്രോബ്ലവും ഇല്ലാന്ന് പറയും. ജിൻഷി, എനിക്കൊരു കാര്യം മാത്രമേ നിന്റെ അടുത്ത് പറയാനായിട്ടുള്ളൂ. ഇതൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്, അപ്പൊ മെഷീൻസ് ഒക്കെ റിപ്പയർ ആവുന്നത് നോർമൽ ആയിരിക്കാം, പക്ഷേ ഫ്യൂച്ചറിൽ അത് ബുദ്ധിമുട്ടായിട്ട് വരും. ഇപ്പോ നീ ഒരു ബോസാണ്, ബോസിന്റെ സ്ഥാനത്ത് നിന്നും ഇപ്പോ മെഷീൻ റിപ്പയർ ആക്കിയവനാ, നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എന്നെ ചോദിക്കും. എനിക്കറിയില്ല, ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ഇപ്പോ എന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് എന്നെ ചോദിക്കും. ഞാൻ അപ്പൊ തന്നെ അവനെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടാനേന്ന് പറയും. എന്ത്, ജോബിൽ നിന്ന് പറഞ്ഞു വിടുവന്നോ? അവൻ ഗ്രാജുവേറ്റ് ആയതിനു ശേഷം ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ ഞാൻ അവന്റെ അടുത്ത് അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്താല് മറ്റുള്ള എംപ്ലോയീസ് എന്നെ പറ്റി എന്ത് വിചാരിക്കുമെന്ന് എന്നെ ചോദിക്കും. നീ ഇങ്ങനെ ഇമോഷൻസ് ഒന്നും ബിസിനസ്സിൽ കൊണ്ടുവരാനായിട്ട് പാടില്ല, എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടിരിക്കണം, എന്നാലേ മറ്റുള്ളവർക്കും നിന്നിലൊരു പേടിയും ഉണ്ടാവുള്ളൂ. എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടിരുന്നാ പെർഫെക്റ്റ് ആയിട്ട് നിന്റെ വർക്കും നടക്കും പറയും. എന്തായാലും ഇതിനെപ്പറ്റി എനിക്ക് കൂടുതലായിട്ട് ചിന്തിക്കണം, അതിനുശേഷം എന്താന്ന് വെച്ചാൽ ചെയ്തോളാന്നും പറഞ്ഞ് ജിങ്ഷിയും ഇരിക്കും. അങ്ങനെ അവര് ഓഫീസിലേക്കും റീച്ച് ആകും. ഇറങ്ങാനായിട്ട് നിൽക്കുമ്പോ നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോന്ന് ഞാൻ ചോദിക്കും. ഏയ് അത് വേണ്ട, ഞാനൊരു ബോസിന്റെ സ്ഥാനത്ത് നിൽക്കുവല്ലേ, അപ്പോ ഇതുപോലെ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല, ഞാൻ എന്താന്ന് വെച്ചാ ചെയ്തോളാന്നും പറഞ്ഞ് ജിങ്ഷി അങ്ങനെ നടന്നു പോകും. ഇത് കാണുമ്പോ അസിസ്റ്റന്റ് ആണെങ്കിലോ, ബോസ് ജിങ്ഷി ഭയങ്കര കൺഫ്യൂസ്ഡ് ആണെന്ന് തോന്നുന്നു, ആകെ സങ്കടപ്പെട്ടാണ് പോകുന്നതെന്ന് പറയും. എന്താടാ നീ ഇപ്പൊ ജിങ്ഷിനെയൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങിയോ? നീ അവളെ ഇനി പാമ്പർ ചെയ്യാനായിട്ട് വല്ല ഉദ്ദേശം ഉണ്ടോന്നും ചോദിച്ച് ഞാൻ അസിസ്റ്റന്റിനെ ഇരുന്ന് ചീത്ത പറഞ്ഞോണ്ടിരിക്കും. അതേ ടൈം ഓഫീസിനകത്ത് സിസോയാണെങ്കിലോ വല്ലാണ്ട് ടെൻഷൻ അടിച്ച് ആരോടോ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോ തന്നെ ലില്ലി അടുത്തേക്ക് വരും. നീ ഇവിടുത്തെ വൈസ് മാനേജർ ആണ്, അങ്ങനെയുള്ള ഒരു സ്ഥാനത്ത് നിൽക്കുമ്പോ നീ തന്നെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്ന അത് ശരിയാവില്ല, നീ കാമായിട്ട് എല്ലാം ഹാൻഡിൽ ചെയ്യണമെന്നും പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവരും. ആ ഒരു മെഷീൻ റിപ്പയർ ആക്കിയ പയ്യനാണെങ്കിലോ വല്ലാണ്ട് ഫീൽ ചെയ്ത് കരഞ്ഞോണ്ടിരിക്കാണ്. എന്തായാലും നീ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാന്ന് പറയും. എന്ത് വഴി കിട്ടുമെന്നാ നിങ്ങൾ ഈ പറയുന്നത്? പ്രിന്റർ വർക്ക് ആയില്ലെങ്കിൽ നമ്മുടെ എല്ലാ പ്രോസസ്സും ഡിലേ ആകും, നാളെ ഇൻസ്പെക്ഷൻ പോലും ഉണ്ട്, അതുപോലെ നിന്ന് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ വേഗം ദേഷ്യം കയറും. റിപ്പയർ ആക്കിയ പയ്യനെ ഇരുന്ന് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. ആ ടൈമിനാണ് ജിങ്ഷി അകത്തേക്ക് കയറി വരുന്നത്. അപ്പൊ തന്നെ സിസോ, ഈ മെഷീൻ ശരിയാക്കാനായിട്ട് ഏകദേശം 2 days എടുക്കുമെന്നാ പറഞ്ഞെന്ന് പറയും. അപ്പൊ തന്നെ ലില്ലി, ജിങ്ഷി ഇനി വേറെ വഴിയില്ല, നമുക്ക് എങ്ങനെയെങ്കിലും യാനിന്റെ അടുത്ത് സംസാരിച്ച് നാളത്തേക്കുള്ള ഇൻസ്പെക്ഷൻ മാറ്റി വെക്കാന്ന് പറയും. ഇല്ല ലില്ലി, അത് നടക്കില്ല, ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു, നാളെ എന്തായാലും ഇൻസ്പെക്ഷൻ നടക്കും. നമുക്കൊരു പണി ചെയ്യാം, മറ്റുള്ള കമ്പനികളിലൊക്കെ വിളിച്ചു ചോദിക്കാം, ഇതേ സെയിം മെഷീൻ ഉണ്ടെങ്കിൽ നമുക്കൊരു ദിവസത്തേക്ക് റെന്റിന് എടുക്കാം, എന്നിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാം. എന്തായാലും മറ്റുള്ള എംപ്ലോയീസിന്റെ അടുത്ത് അവരുടെ വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറഞ്ഞേക്കെന്നും പറഞ്ഞ് രണ്ടുപേരെയും പറഞ്ഞെടുക്കും. ജിങ്ഷിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, ആകെ വട്ടായ അവസ്ഥയിലാണ്. അതേ ടൈം ഞാൻ ഒരു ബോർഡ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഹാപ്പി ആയിട്ട് ഉണ്ടായി എന്ന് വിചാരിച്ചിരിക്കുമ്പോ പെട്ടെന്ന് യുവാന്റെ കൂടെയുള്ള ഒരാളാണെങ്കിലോ ജിങ്ഷിയുടെ കമ്പനിനെ പറ്റി എടുത്തു പറയും. ഷിങ്ചൻ കമ്പനിയുടെ പുവർ മാനേജ്മെന്റ് കാരണം അവിടെയുള്ള ഒരു എംപ്ലോയി തന്നെ മെയിൻ ആയിട്ടുള്ള മിഷൻ കംപ്ലൈന്റ് ആക്കി വിട്ടു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവരെങ്ങനെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഞാനും, അതൊരു സ്റ്റാർട്ടപ്പ് കമ്പനി അല്ലേ, അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ബോർഡ് മീറ്റിംഗില് ഇപ്പോ അതിന്റെ കാര്യം എടുത്തിടേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയും. പക്ഷേ അപ്പൊ തന്നെ വേറൊരാള് അത് ഏറ്റുപിടിക്കും. ചെറിയൊരു വിഷയമായിട്ട് നിങ്ങൾ ഇതിനെ കാണണ്ട, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും ആ ഒരു കമ്പനിയിലുള്ളതാണ്. സാധാരണ ഒരു ഇൻസ്പെക്ഷൻ പോലും ഡിലേ ആകുമ്പോൾ അവരെങ്ങനെ സക്സസ്ഫുൾ ആകും, ഇതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റോക്ക് ഒക്കെ ഡൗൺ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്ന് പറയും. അപ്പൊ തന്നെ യുവാനും, ആക്ച്വലി ആ പെൺകുട്ടിക്ക് ടാലന്റ് ഉണ്ട്, ടെക്നിക്കൽ പരമായിട്ടും ഒരുപാട് കാര്യങ്ങൾ അറിയാം, പക്ഷെ മാനേജ്മെന്റ് ആണ് പൂറായിട്ടുള്ളത്, നമുക്ക് അതിനെ മാനേജ് ചെയ്യാനായിട്ട് വേറൊരാളെ അപ്പോയിന്റ് ചെയ്യാം, അതാവുമ്പോ ബിസിനസ് ഒക്കെ അടിപൊളിയായിട്ട് റൺ ആയിക്കോളൂ എന്ന് പറയും.
ഇത് കേൾക്കുമ്പോ യാനിന് ഭയങ്കരമായിട്ട് ദേഷ്യം കയറും. ഷിങ്ചെൻ കമ്പനിക്ക് ഇപ്പോ വേറൊരു മാനേജറിന് ആവശ്യമില്ല, ഇതെന്റെ തീരുമാനമാണെന്ന് പറയും. അപ്പൊ തന്നെ യുവാൻ, ഞാൻ ജസ്റ്റ് എന്റെ ഒരു സജഷൻ മാത്രമാണ് പറഞ്ഞത്, പിന്നീട് നമുക്ക് ഇതിനെ പറ്റി സംസാരിക്കാന്നും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. ഹീറോ ഇപ്പോ ഇങ്ങനെ ദേഷ്യപ്പെട്ടത് കൊണ്ട് തന്നെ അവിടെയുള്ള മറ്റ് ഇൻവെസ്റ്റേഴ്സിനൊക്കെ യാനിന്റെ മേത്ത് വല്ലാത്തൊരു ഡൗട്ടൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാല് നമ്മുടെ ക്യാഷൊക്കെ ദിവാലാകുമെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് ചെയർമാന്റെ അടുത്ത് ഇതിനെപ്പറ്റി സംസാരിക്കണമെന്നും പറഞ്ഞ് നടന്നു പോകും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോ യുവാന്റെ പക്ഷത്തേക്ക് മാറാനായിട്ട് തുടങ്ങിയിട്ട് പോലും ഉണ്ട്. അതേ ടൈം യാനിന്റെ അടുത്തേക്ക് അസിസ്റ്റന്റ് വരും. നമുക്ക് ഈ വിവരം ജിങ്ഷിയുടെ അടുത്ത് പറയേണ്ടതെന്ന് ചോദിക്കും. വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഇനി നമ്മളും കൂടി പ്രഷർ കൊടുത്തു കഴിഞ്ഞാല് അവൾക്ക് ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റാണ്ടാകും. എന്തായാലും നമുക്ക് പിന്നീട് ആലോചിക്കാന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകും. അതേ ടൈം ജിങ്ഷിയും ലില്ലിയും കൂടി ഉള്ള എല്ലാ കമ്പനിയിലേക്കും വിളിച്ചുകൊണ്ടിരിക്കും എക്സ്ട്രാ പ്രിന്റർ ഉണ്ടോന്ന് അറിയാനായിട്ട്. പക്ഷെ ഒരു സ്ഥലത്തും എക്സ്ട്രാ ഒരു പ്രിന്റർ ഇല്ല. ഇനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ആകെ കൺഫ്യൂസ്ഡ് ആകും. അതേ ടൈം ലില്ലി ആണെങ്കിലോ നാളെ ഇൻസ്പെക്ഷൻ ആള് വരും, ഇനി എന്ത് ചെയ്യും? അപ്പൊ നമ്മുടെ ഈ കമ്പനി കൂട്ടിക്കെട്ടേണ്ടി വരുമെന്നും പറഞ്ഞ് ഫുൾ നെഗറ്റീവാണ്. ഇത് കേൾക്കുമ്പോ തന്നെ സിസോ, എന്തായാലും നിങ്ങൾ ഇവിടെ നിന്ന് പോയിക്കോ, ബാക്കിയുള്ള കാര്യം ഞങ്ങൾ എന്താന്ന് വെച്ചാ നോക്കിക്കോളാന്ന് പറയും. അതൊന്നും ശരിയാവില്ല, ഇവിടെ നമ്മുടെ ഒരു കാര്യവും നടന്നിട്ടില്ലല്ലോ, എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ടേ ഞങ്ങൾ പോവുള്ളൂന്നും പറഞ്ഞ് മറ്റേ 2 എംപ്ലോയീസും ഇങ്ങനെ നിൽക്കും. ആ ടൈമിനാണ് ലില്ലിയും അങ്ങോട്ടേക്ക് വരുന്നത്. എന്തൊക്കെ ചെയ്തിട്ടും ഒരു രക്ഷയില്ല, ആരുടെയും കയ്യില് എക്സ്ട്രാ ഒരു പ്രിന്റർ ഇല്ലാന്ന് പറയും. പെട്ടെന്നാണ് ജിങ്ഷി അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. എക്സ്ട്രാ ഒരു പ്രിന്റർ കിട്ടി, അവസാന നിമിഷത്തില് നമ്മള് രക്ഷപ്പെട്ടു എന്ന് പറയും. ആ ഒരു കമ്പനി നമ്മുടെ ലില്ലിക്ക് അറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പോയി പ്രിന്റർ എടുത്തോണ്ട് വരാന്ന് പറയും. അങ്ങനെ ജിങ്ഷി ലില്ലിയുടെ കൂടെ സിസോനെയും കൂടി പറഞ്ഞഴക്കും. എന്തായാലും ഇവര് രണ്ടുപേരും കൂടി ആ പ്രിന്റർ ഇങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് വരാനായിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആകും. അതുകൊണ്ട് തന്നെ റിപ്പയർ ആയ പ്രിന്റർ നമുക്ക് എല്ലാവർക്കും കൂടി ശരിയാക്കാൻ നോക്കാന്നും പറഞ്ഞ് ബാക്കിയുള്ള എംപ്ലോയീസ് എല്ലാവരും കൂടി നേരെ ആ മെഷീന്റെ അടുത്തേക്ക് വരും. ആ മെഷീൻ റിപ്പയർ ആക്കിയ പയ്യന് വല്ലാത്ത സങ്കടം വരും. എല്ലാം ഞാൻ കാരണമാണ്, എന്നോട് ക്ഷമിക്കെന്ന് പറയും. നീ എന്തിനാണ് ഇനി സങ്കടപ്പെടുന്നത്? ഇപ്പൊ നമ്മൾ എല്ലാവരും ഇല്ലേ, എല്ലാവർക്കും കൂടി ഈ മെഷീൻ ശരിയാക്കാനായിട്ട് നോക്കാം. ശരിയായില്ലേലും കുഴപ്പമില്ല, നമുക്ക് പ്ലാൻ ബി ഉണ്ടല്ലോ. എന്തായാലും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടി ഈ മെഷീൻ ശരിയാക്കാൻ പറ്റുമോ എന്ന് നോക്കാന്നും പറഞ്ഞു നിൽക്കും. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡും കൂടി ഇവിടെ അവസാനിക്കാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.